الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من عمل صالحا من ذكر أو أنثى فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, കാരുണ്യവനായ പടച്ചതമ്പുരാൻ നമ്മിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാന മുഅ്മിനായി മരിക്കാനും അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു സമ്പൂർണമായ ശിഫ പ്രദാനിക്കുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു കടം വീട്ടാനുള്ള മാർഗങ്ങൾ ഒരുക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന മനുഷ്യർ, പ്രത്യേകിച്ചും ഫലസ്തീനികൾ, ഗസക്കാർ, അള്ളാഹു അവർക്ക് എല്ലാവിധ രക്ഷയും പ്രദാനിക്കുമാറാകട്ടെ. അവരുടെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ അള്ളാഹു അവർക്ക് വിജയം പ്രദാനിക്കുമാറാകട്ടെ. അവരുടെ ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. 1935 അമേരിക്കയിലെ മിസിസിപ്പിയിൽ ജനിച്ച് 1977 42-ാമത്തെ വയസ്സിൽ ബാത്റൂമിൽ തളർന്നു വീണ് മരിച്ച ലോകം കണ്ട അതിപ്രശസ്തനായ ഒരു പോപ്പ് ഗായകനാണ് എൽവിസ് പ്രെസ്ലി. 30ഓളം ഹോളിവുഡ് സിനിമകളിൽ അഭിനയിച്ച 1950 കാലഘട്ടങ്ങളിൽ അമേരിക്കയിൽ സംഗീത വിപ്ലവം തീർത്തിയ ആളാണ് എൽവിസ് പ്രെസ്ലി. കോടാനുകോടി സമ്പത്തിന്റെ ഉടമയായിരുന്നു. അദ്ദേഹത്തിന് ലോകത്ത് തന്നെ ധാരാളം ആരാധകരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആരാധകരുടെ എണ്ണം മനസ്സിലാക്കാൻ അദ്ദേഹം മരണപ്പെട്ട സമയത്ത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ആരാധകർ അയച്ചുകൊടുത്ത പുഷ്പങ്ങൾ തൂക്കി നോക്കിയപ്പോൾ 5 ടണ്ണുണ്ടായിരുന്നു എന്നാണ്. അത്ര വലിയ ആരാധകർ ലോകത്തുള്ള വലിയ മനുഷ്യൻ, എണ്ണമറ്റ സമ്പത്തിന്റെ ഉടമ, ലോകപ്രശസ്തൻ, അതീവ സുന്ദരൻ. പക്ഷെ ഈ മനുഷ്യന് വിഷാദരോഗം ബാധിച്ചു. അതോടുകൂടി അദ്ദേഹം മരുന്നിന്റെ ഉപയോഗം ആരംഭിച്ചു. അമിതമായ മദ്യപാനത്തിലേക്ക് നീങ്ങി. അതിന്റെ തുടർച്ചയായി പരസ്ത്രീ ബന്ധങ്ങൾ ഉണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന്റെ വിഷാദരോഗം ഓരോ ദിവസവും കൂടിക്കൂടി വന്നു. അതിനിടയ്ക്കാണ് അദ്ദേഹത്തിന്റെ അമ്മ മരണപ്പെടുന്നത്. അതോടുകൂടി അദ്ദേഹം സമ്പൂർണനായൊരു വിഷാദരോഗിയായി മാറി. വർഷങ്ങളോളം പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ലോകത്തോട്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ദിവസം ഏതാനും മണിക്കൂറുകൾ മനസ്സിനൊരു സമാധാനം തരാൻ ലോകത്ത് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അവർക്ക് ഞാൻ $10 ലക്ഷം ഒരാഴ്ചയിൽ ശമ്പളം കൊടുക്കാം. $10 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്കിന് 83 കോടി രൂപയാണ് ഏകദേശം. അദ്ദേഹത്തിന് ഇത്രേ വേണ്ടൂ. ഒരു ദിവസം പൂർണ്ണമായും വേണ്ട,
കുറച്ചു മണിക്കൂറുകളെങ്കിലും മനസ്സിനൊന്ന് സമാധാനം തരാൻ ലോകത്ത് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ആഴ്ചയിൽ അവന്റെ പ്രതിഫലമാണ് $10 ലക്ഷം. പക്ഷെ അത് കൊടുക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അങ്ങനെ തന്റെ 42ാമത്തെ വയസ്സിൽ വിഷാദരോഗിയായ എൽവിസ് പ്രിസ്ലി ബാത്റൂമിൽ കുഴഞ്ഞു വീണ് മരണപ്പെടുന്നുണ്ട്. 1960-ൽ ഗ്രീസിൽ ഉണ്ടായിരുന്ന അക്കാലഘട്ടത്തിലെ ലോകത്തെ പണക്കാരിൽ എണ്ണപ്പെട്ട ഒരാളാണ് അരിസ്റ്റോട്ടിൽ ഒനാസിസ്. അന്ന് ലോകത്തെ എണ്ണപ്പെട്ട പണക്കാരിൽ ഒരാളായി അദ്ദേഹത്തെ ഗണിക്കപ്പെട്ടിരുന്നു. അത്ര വലിയ സമ്പത്തിന്റെ ഉടമയാണ് അരിസ്റ്റോട്ടിൽ ഒനാസിസ്. അദ്ദേഹത്തിന് 2 പെൺമക്കളുണ്ടായത്. ആദ്യത്തെ കുട്ടി ചെറുപ്പത്തിൽ മരിച്ചുപോയി. പിന്നെയുള്ളതൊരു പെൺകുട്ടി മാത്രം, ക്രിസ്റ്റീന ഒനാസിസ്. അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ വലിപ്പം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നൊരു കാര്യം, അദ്ദേഹം ഈ പെൺകുട്ടിയുമായി ഒരിക്കൽ കടത്തീരത്തൂടെ നടക്കുമ്പോൾ കടലിലൂടെ ഒരു കപ്പൽ പോകുന്ന കണ്ടു, വലിയ കപ്പൽ. അപ്പൊ ഈ കുട്ടി അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് ആ കപ്പൽ വാങ്ങിത്തരണം. വിമാനം പോകുന്ന കാണുമ്പോൾ മക്കള് പറയില്ല, വിമാനം വാങ്ങിത്തരണം എന്ന് നമ്മളോട് പറയുമ്പോൾ. അപ്പോൾ അദ്ദേഹം ആ കുട്ടിയുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി $5 മില്യൺ കൊടുത്തിട്ട് ആ കപ്പല് മകൾക്ക് വാങ്ങിക്കൊടുത്തു. അതാണ് അരിസ്റ്റോട്ടിൽ ഒനാസിസ്. ഇദ്ദേഹത്തിന്റെ മകള് ക്രിസ്ത്യാനോ ഒരാളുമായിട്ട് പ്രേമത്തിലായി. പ്രേമം അറിഞ്ഞ അച്ഛൻ അതിന് സമ്മതിച്ചില്ല. പക്ഷേ തന്റെ മകൾ പ്രേമിക്കുന്ന ആളും നല്ല സമ്പന്നനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം മകൾക്ക് അനുവാദം കൊടുത്തു വിവാഹം കഴിക്കാൻ. അങ്ങനെ തന്റെ ഏക മകൾ ക്രിസ്ത്യാനോ ഒനാസിസ് പ്രേമിക്കുന്ന ആളുമായിട്ട് വിവാഹം കഴിച്ചു. അങ്ങനെ ഇരിക്കെ അച്ഛൻ മരിച്ചു. അരിസ്റ്റോട്ടിൽ ഒനാസിസിന്റെ മരണത്തോടുകൂടി ആ സ്വത്ത് മുഴുവനും ഈ ഒരു മകളിലേക്ക് വന്നുയർന്നു. വേറെ അവകാശികളില്ല. അപ്പോൾ ലോകത്ത് ഏറ്റവും വലിയൊരു സമ്പന്ന യുവതിയായിട്ട് ഈ ക്രിസ്ത്യാനോ ഒനാസിസ് മാറിക്കഴിഞ്ഞു. അന്നത്തെ ഏറ്റവും വലിയൊരു സമ്പന്ന യുവതിയായിരുന്നു അവർ. അവരുടെ സമ്പത്തിനെ കുറിച്ച് പറയുന്നത്, അവർ ഒരിക്കലൊരു വിദേശയാത്ര പോയി. സ്വന്തം വിമാനത്തിൽ വിദേശയാത്ര ചെയ്തു. അവിടെ ഇറങ്ങി ഒരു സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങാൻ നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്ന തന്റെ ആ സ്വിമ്മിംഗ് സൂട്ട് എടുത്തിട്ടില്ല എന്ന് മനസ്സിലായി. 200 സ്വിമ്മിംഗ് സൂട്ട് അവരുടെ വിമാനത്തിൽ ഇരിപ്പുണ്ട് ഇവരുടെ. പക്ഷെ ഇവർ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വിമ്മിംഗ് സൂട്ട് കൊണ്ടുവന്നിട്ടില്ല നാട്ടിൽ നിന്ന്. 200 സ്വിമ്മിംഗ് സൂട്ടുകൾ വിമാനത്തിലിരിക്കെ വിമാനം തിരിച്ച് നാട്ടിലേക്ക് പറത്താൻ പൈലറ്റിനോട് പറഞ്ഞു. വീട്ടിൽ പോയി താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്വിമ്മിംഗ് സൂട്ട് എടുത്തുകൊണ്ടുവന്ന് ആ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ ആളാണ് ക്രിസ്ത്യാനോ ഒനാസിസ് എന്ന് പറയുന്ന പെണ്ണ്. ഇത്ര വലിയ സമ്പന്നയായ യുവതി. അവരുടെ ഈ ആദ്യത്തെ പ്രേമവിവാഹം തകർന്നു. കുട്ടികളുണ്ടായില്ല. ആ വിവാഹം അവസാനിച്ചു. രണ്ടാമത് അവരൊരു വിവാഹം കഴിച്ചു. ആ വിവാഹവും പരാജയപ്പെട്ടു. മൂന്നാമതൊരു വിവാഹം കഴിച്ചു. ആ മൂന്നാമത് വിവാഹത്തിൽ അവരിയ്ക്കവേ അവരോടൊരു പത്രക്കാരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിങ്ങളെ കാണുന്നത്? നിങ്ങളുടെ മുഖം കണ്ടിട്ട് മനസ്സിലൊരു സന്തോഷമില്ലാത്തതുപോലെ തോന്നുന്നല്ലോ. അതിന് ക്രിസ്ത്യാനോ ഒനാസിസ് പറഞ്ഞ മറുപടി, ഞാൻ ഈ തിരയുന്നത് മുഴുവനും സന്തോഷമാണ്, പക്ഷെ എനിക്കത് കിട്ടുന്നില്ല. സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഈ അന്വേഷിച്ച് നടക്കുന്നത്, എനിക്ക് സന്തോഷം കിട്ടുന്നില്ല. മൂന്നാമത്തെ വിവാഹവും പരാജയപ്പെട്ടു. ഒരു നാലാമതൊരു വിവാഹം കഴിച്ചു. നാലാമത് വിവാഹിതയായിരിക്കെ അവരൊരു പത്രസമ്മേളനം വിളിക്കുന്നുണ്ട്. ആ പത്രസമ്മേളനത്തിൽ പത്രക്കാർ അവരോട് ചോദിച്ചു, നിങ്ങളാണെന്ന് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവതി. പത്രക്കാരുടെ ഒരു ചോദ്യമാണ്. ഇന്ന് നിങ്ങളെപ്പോലെ സമ്പത്തുള്ള ഒരാൾ ലോകത്തില്ല, ഏറ്റവും വലിയ ഭാഗ്യവതി നിങ്ങളാണ്. എന്നിട്ടും നിങ്ങളിൽ എന്തിയാ സന്തോഷം കാണാത്തത്? അവർ പറഞ്ഞ മറുപടി, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ നിർഭാഗ്യവതിയാണ് ഞാൻ. എന്റെ സമ്പത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. പക്ഷെ ഈ കുമിഞ്ഞുകൂടിയ സമ്പത്തിന്റെ മുന്നിലും
സന്തോഷം കാണാതെ അലയുന്ന ഒരു നിർഭാഗ്യവതിയാണ് ഞാനെന്ന് അവര് പത്രക്കാരോട് പറയുന്നുണ്ട്. അങ്ങനെ 1988 നവംബർ മാസം അർജന്റീനയിലെ ഒരു സ്റ്റാർ ഹോട്ടലിൽ ബാത്ത് ടബിൽ 37ാമത്തെ വയസ്സിൽ മരിച്ചു കിടക്കുന്നതായിട്ടാണ് പിന്നെ ക്രിസ്ത്യാനോ ഒനാസിസിനെ കാണുന്നത്. സഹോദരങ്ങളെ, ഞാൻ ഈ 2 ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വച്ചത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ഏറ്റവും ആവശ്യമായത് മനസ്സിന്റെ സമാധാനവും സ്വസ്ഥതയാണ്. അതുണ്ടെങ്കിൽ കുടിലിൽ കിടന്നാലും ഉറക്കം വരും. അതില്ലെങ്കിൽ ശീതീകരിച്ച റൂമിൽ കൊട്ടാരത്തിൽ കിടന്നാലും ഉറക്കം വരില്ല. ലക്ഷങ്ങളുടെ മെത്തയിലാണ്, ശീതീകരിച്ച റൂമാണ്, കോടികൾ മുടക്കിയ വീടാണ്. പക്ഷെ മനസ്സിന് സമാധാനമില്ലെങ്കിൽ ഉറക്കം വരില്ല. മനസ്സമാധാനമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത്. അതാണ് അവര് വേണ്ടത്. അതൊരു കിട്ടാക്കനിയാണ്. പക്ഷെ ഇത് എവിടെ നിന്ന് കിട്ടും? എങ്ങനെ കിട്ടും? മനസമാധാനം തരാൻ ശാസ്ത്രത്തിന് കഴിയുമായിരുന്നെങ്കിൽ സർ ഐസക് ന്യൂട്ടൻ വിഷാദരോഗിയാകുമായിരുന്നില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ ചിത്രഭ്രമം ബാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ശാസ്ത്രത്തിനൊരിക്കലും മനുഷ്യന് സമാധാനം തരാൻ കഴിയില്ല. തത്വശാസ്ത്രത്തിന് കഴിയുമായിരുന്നെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ ദാർശനികൻ നീത്ഷെ, ദൈവം മരിച്ചു എന്ന് അവകാശപ്പെട്ടയാളാണ് നീത്ഷെ. ലോകം കണ്ട ഏറ്റവും വലിയ താർക്കികനും തത്വശാസ്ത്രജ്ഞനുമായിരുന്നു. ആ മനുഷ്യൻ ഇത്രയും വലിയ തത്വശാസ്ത്രങ്ങൾ പറയുമ്പോഴും അദ്ദേഹത്തിന് വിഷാദരോഗം ബാധിച്ചു, ചിത്തഭ്രമം ബാധിച്ചു. 1900 അദ്ദേഹം ജർമ്മനിയിൽ വെച്ച് മുഴുഭ്രാന്തനായി മരിക്കുന്നു. അപ്പൊ ശാസ്ത്രത്തിന് കഴിയില്ല, തത്വശാസ്ത്രത്തിന് കഴിയില്ല, സാഹിത്യത്തിന് കഴിയുമായിരുന്നെങ്കിൽ, ഒരാൾക്ക് സാഹിത്യകാരനായതുകൊണ്ട് സമാധാനം കിട്ടുമായിരുന്നെങ്കിൽ, ഏണസ്റ്റ് ഹൈമിങ് എന്ന് പറയുന്ന ലോകം കണ്ട സാഹിത്യകാരൻ, അദ്ദേഹം വായിലേക്ക് വെടിവെച്ച് ആത്മഹത്യ ചെയ്യുമായിരുന്നില്ല. മനഃശാസ്ത്രത്തിന് കഴിയുമായിരുന്നെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ്, മനഃശാസ്ത്ര വിഷയത്തിൽ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയ സിഗ്മണ്ട് ഫ്രോയിഡ്, ആ മനുഷ്യൻ ക്യാൻസർ ബാധിച്ചപ്പോൾ ദയാവധം സ്വീകരിക്കുമായിരുന്നില്ല. ഇവർക്കൊന്നും, ഈ തത്വശാസ്ത്രങ്ങൾക്കൊന്നും, ഈ ചിന്തകൾക്കൊന്നും മനുഷ്യന്റെ മനസ്സിന് സമാധാനം കൊടുക്കാൻ കഴിയില്ല എന്ന് ഇവരുടെയൊക്കെ ജീവിതം നമ്മുടെ മുന്നിൽ തെളിയിക്കുകയാണ്. അവിടെയാണ് മതത്തിന്റെ പ്രസക്തി. വിശിഷ്ട പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രസക്തി അവിടെയാണ്. നിങ്ങൾ അന്വേഷിക്കുന്നത് സമാധാനമാണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് മനസ്സിന്റെ ശാന്തിയാണെങ്കിൽ, നിങ്ങൾ വരേണ്ടത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പാതയിലേക്കാണ്. ഇവിടെ അതുണ്ട്. മാനസിക ആരോഗ്യത്തെ ഏറ്റവും പ്രധാനമായി കാണുന്നൊരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. ലോകത്ത് ആദ്യത്തെ സൈക്കാട്രിസ്റ്റ് ഹോസ്പിറ്റൽ സ്ഥാപിച്ചത് മുസ്ലിമീങ്ങളാണ്. 918 അബ്ബാസിയ ഖിലാഫത്തിൽ ഹാറൂൺ റഷീദാണ് ലോക ചരിത്രത്തിൽ ആദ്യത്തെ മനഃശാസ്ത്ര ആശുപത്രി നിർമ്മിക്കുന്നത്. അതിനുശേഷമാണ് യൂറോപ്പ് മനഃശാസ്ത്ര ആശുപത്രിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇത്രയും മാനസിക ആരോഗ്യത്തിന്റെ വിഷയത്തിൽ ഇസ്ലാം അപ്ഡേറ്റഡ് ആണ്, വളരെ മുന്നിലാണ്. ഇസ്ലാം കാണുന്നത് മനുഷ്യന്റെ മനസ്സിന്റെ ആരോഗ്യമാണ് വലുത് ശരീരത്തിന്റെ ആരോഗ്യത്തെക്കാൾ എന്നൊരു നിലപാടാണ് ഇസ്ലാമിനുള്ളത്. എന്നല്ല, പല ശാരീരിക രോഗങ്ങളുടെയും കാരണം തന്നെ മനുഷ്യന്റെ മാനസിക രോഗങ്ങളാണ്. അതുകൊണ്ട് മനസ്സിനെ ചികിത്സിക്കാനാണ് ഇസ്ലാം പ്രാധാന്യം കൽപ്പിച്ചത്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, ഞാൻ ഈ അവതരിപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥം നിങ്ങളുടെ മനസ്സിന്റെ രോഗത്തിനുള്ള ശിഫയാണ്. മാനസിക രോഗങ്ങൾക്ക് ഖുർആൻ ശമനമാണ് എന്ന് ഈ വിശുദ്ധ ഖുർആൻ നമ്മളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. കാരണം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് എന്ത് പ്രതിസന്ധി ലോകത്തുണ്ടായാലും, അവന് ദാരിദ്ര്യം വരട്ടെ, അവന്റെ മക്കൾ മരിച്ചു പോകട്ടെ, രോഗം വരട്ടെ, ഏത് പ്രതിസന്ധി അവന്റെ മുന്നിൽ വന്നാലും അവൻ ആശ്വസിക്കാൻ ഒരു വകുപ്പുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതെല്ലാം പടച്ചവൻ തന്നതാണ്, ഇതിന്റെ ഓണർ അല്ലാഹുവാണ്, ഇതിന്റെ കസ്റ്റോഡിയൻ മാത്രമാണ് ഞാൻ, അവൻ തിരിച്ചെടുത്തു. ഇങ്ങനെ സമാധാനിക്കാൻ കഴിയുന്ന ലോകത്തെ ഏക വിഭാഗം വിശ്വാസികളാണ്. അവൻ അതുകൊണ്ട് അതിൽ സമാധാനം കണ്ടെത്താൻ കഴിയും. അവനറിയാം
ഈ ദുനിയാവിലെ ജീവിതം എന്നുള്ളത് സുഖദുഃഖ സമ്മിശ്രമാണ്. എല്ലാ നിലയ്ക്കുമുള്ള ഒരു ഹാപ്പിനെസ് ആയ ഒരു ജീവിതം അത് ആർക്കും ദുനിയാവിൽ കിട്ടൂല. അതുള്ളത് സ്വർഗത്തിലാണ്. ഖലീൽ ജിബ്രാൻ പറഞ്ഞതുപോലെ, നീ ഇപ്പോൾ സുഖത്തിലാണെങ്കിൽ മനസ്സിലാക്കണം, ദുഃഖം നിന്റെ അടുത്ത് മൂടി പൊതിച്ച് കിടപ്പുണ്ട്. നീ ഇപ്പോൾ ദുഃഖത്തിലാണെങ്കിൽ മനസ്സിലാക്കണം, സുഖം നിന്റെ അടുത്ത് മൂടി പൊതിച്ച് കിടപ്പുണ്ട്. അതുകൊണ്ട് സുഖവും ദുഃഖവും മനുഷ്യ ജീവിതത്തെ മാറി മാറി സമീപിക്കാമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾ അന്വേഷിക്കുന്ന മനസ്സിന്റെ സമാധാനം അത് സമ്പത്ത് കൊണ്ട് കിട്ടൂല, അത് സന്താനങ്ങളെ കൊണ്ട് കിട്ടൂല, അത് സ്ഥാനമാനങ്ങളെ കൊണ്ട് കിട്ടൂല, അത് അറിവ് കൊണ്ട് കിട്ടൂല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾക്ക് മനസ്സിന് സമാധാനം വേണോ? അല്ലാഹുവിലേക്ക് മടങ്ങുക, അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് വരിക. അത് പടച്ചോൻ നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും. അതാണ് ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്തിൽ അല്ലാഹു പറയുന്നത്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ. ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ. ഞാൻ അവന് ഈ ദുനിയാവിൽ ഒരു നല്ല ജീവിതം കൊടുക്കും. ഈമാനും അമലു സാലിഹാത്തുമുള്ള മനുഷ്യന് ഈ ദുനിയാവിൽ തന്നെ ഞാനൊരു നല്ല ജീവിതം കൊടുക്കും. ഇത് പടച്ചോന്റെ ഒരു ഓഫറാണ്. എന്താണ് ആ നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ? ധാരാളം സമ്പത്ത് കൊടുക്കുന്നല്ല, ആരോഗ്യം കൊടുക്കുന്നല്ല. ഏത് ദാരിദ്ര്യത്തിന്റെ നടുവിലും ഏത് രോഗത്തിന്റെ നടുവിലും മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു സമാധാനം ഉണ്ടാകും, ഒരു സന്തോഷം ഉണ്ടാകും. അതാണ് പടച്ചോൻ കൊടുക്കുന്ന ഈ ഹയാത്തും തയ്യിബ എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത്, ലാ തഹിനു വലാ തഹ്സനു. നിങ്ങൾ ആരും വിഷമിക്കണ്ട, ആരും ദുഃഖിക്കണ്ട. ദുഃഖം നിങ്ങൾക്ക് വേണ്ട. വിശ്വാസിക്ക് പറഞ്ഞിരിക്കുന്നതല്ല ദുഃഖമെന്നുള്ളത്. അജബല്ലി അംരിൽ മുഅ്മിനി. മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതം തന്നെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലുഹു ലഹു ഖൈർ. അവൻ എന്തു വന്നാലും അവന് നന്മയാണ്. അവനൊരു നല്ല കാര്യം കിട്ടിയാൽ, അനുഗ്രഹം കിട്ടിയാൽ ശക്ര, പടച്ചോന് ശുക്ർ ചെയ്യും. അൽഹംദുലില്ലാ, പടച്ചോന് നീ തന്നതാണ്, അൽഹംദുലില്ലാ, അവന് സന്തോഷമായി. ഇനി ഒരു പ്രശ്നം വന്നാലോ മുസീബത്ത് വന്നാലോ സ്വബറ, ക്ഷമിക്കും. അപ്പോഴും അത് നന്മയാണ്. ഇങ്ങനെ ഒരു മാനസികാവസ്ഥ മുഅ്മിനല്ലാതെ ലോകത്താർക്കുണ്ടാവുക. ഇത് അല്ലാഹു തആല കൊടുക്കുന്നത് മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇതാണ് ഒരു മുഅ്മിന് ഏതൊരു പ്രതിസന്ധിയുടെ നടുവിലും ഒരു മുഅ്മിന് കണ്ടെത്തുന്ന ആശ്വാസം ഇവിടെയാണ്. എനിക്ക് ആശ്രയിക്കാൻ അല്ലാഹു ഉണ്ട്. മുഅ്മിനായ മനുഷ്യൻ ദുനിയാവിനെ കാണുന്നത് ആഖിറത്തിലേക്കുള്ള ഒരു വാഹനമായിട്ടാണ്. ദുനിയാവാകുന്ന വാഹനത്തിലൂടെ ആഖിറത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് വിശ്വാസി. അവന്റെ മുന്നിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും അവനതിനെ നോക്കിക്കാണുന്നത് ആഖിറമാകുന്ന ഗ്ലാസിലൂടെയാണ്. മുഅ്മിൻ വച്ചിരിക്കുന്ന കണ്ണാടി ആഖിറത്തിന്റെ കണ്ണാടിയാണ്. ഈ കണ്ണാടിയിലൂടെയാണ് മുഅ്മിൻ ദുനിയാവിനെ കാണുന്നത്. അതുകൊണ്ട് പ്രശ്നമല്ല. കച്ചവടം നഷ്ടമായാലും പ്രശ്നമല്ല, ലാഭമായാലും പ്രശ്നമല്ല, രോഗമുണ്ടായാലും പ്രശ്നമല്ല, ആരോഗ്യം ഉണ്ടായാലും അതിന് പ്രശ്നം, ഒന്നും പ്രശ്നമല്ല. അവൻ വച്ചിരിക്കുന്ന കണ്ണാടി പരലോകത്തിന്റെ കണ്ണാടിയാണ്. കാഫിർ വച്ചിരിക്കുന്ന കണ്ണാടി ദുനിയാവിന്റെ കണ്ണാടിയാണ്. ആ ഗ്ലാസിലൂടെയാണ് അവൻ ദുനിയാവിന്റെ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ അവന് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ 3 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ഹുസ്ന്, ദുഃഖം. ഹുസ്ന് എന്നുള്ളത് 40-ലധികം സ്ഥലങ്ങളിൽ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ഹുസ്നിന്റെ അർത്ഥം ഭൂതകാലത്തെക്കുറിച്ചുള്ള ദുഃഖം എന്നാണ്. കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചുള്ള ദുഃഖം. അതൊരു വിശ്വാസിക്കുണ്ടാവില്ല. വിശ്വാസി ഭൂതകാലത്തെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചിരിക്കേണ്ടവനല്ല. ഭൂതകാലത്ത് എന്ത് സംഭവിച്ചാലും അതൊക്കെ പടച്ചോന് വിട്ടു. എന്റെ ഭൂതകാലം എത്ര വഴിതെറ്റിയതാണെങ്കിലും ഗഫൂറുർ റഹീമായ പടച്ചതമ്പുരാൻ എനിക്ക് പുറത്തു തരുമെന്ന വിശ്വാസം എനിക്കുണ്ട്. ഭൂതകാലത്തിൽ കെട്ടിക്കിടക്കേണ്ടവനല്ല വിശ്വാസി. അങ്ങനെയായിരുന്നെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബും ഖാലിദ് ഇബ്നു വലീദും വഹ്ശിയൊക്കെ തങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കണ്ടേ? ഇവരൊക്കെ ചെയ്ത തെറ്റെത്രയാണ്? ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നയാളാണ് വഹ്ശി. മുസ്ലിമായി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം സ്വീകരിച്ചു. പക്ഷെ പറഞ്ഞു, എന്റെ മുന്നിൽ വരരുത്, നിന്നെ കാണുമ്പോൾ എനിക്ക് ഹംസയെ ഓർമ്മ വരും. ഈ വഹ്ശി പോലും തന്റെ ഭൂതകാലത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കുകയല്ല ചെയ്തത്. ഭൂതകാലത്തെ പടച്ചവന് വിട്ടുകൊടുത്തിട്ട് 10 മടങ്ങ് ശക്തിയിൽ ഭാവി കാലത്തിലേക്ക് കുതിച്ചവരാണ് ഉമറും ഖാലിദും വഹ്ശിയൊക്കെ. പിന്നെ നമുക്കെന്തിന് ഭൂതകാലത്തിൽ കെട്ടിക്കിടക്കണം? ഭൂതകാലത്തെ വിട്ടേക്കുക, പടച്ചോനെ വിട്ടേക്കുക. ഭാവി, ഹമ്മ എന്ന് പറയുന്ന വാക്ക് ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്.
ഭാവി കാലത്ത് ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുക. നാളെ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ ദുഃഖവും ഒരിക്കലും വിശ്വാസിക്ക് ഉണ്ടാവില്ല. കാരണം വിശ്വാസി ഭാവി അള്ളാഹുവിനെ വിട്ടിരിക്കുകയാണ്, അള്ളാഹുവിൽ തവക്കുലാക്കിയിരിക്കുകയാണ്. നാളെ എന്തുണ്ടായാലും അലല്ലാഹി തവക്കൽന, ഞങ്ങൾ പടച്ചവനെ പരമേൽപ്പിക്കുകയാണ്. നാളത്തെക്കുറിച്ച് ചിന്ത നമുക്കില്ല. ഇദാ അസ്ബഹത ഫലാ തന്തദിരിൽ മസാഅ, നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ വൈകുന്നേരം നീ ജീവനോട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ രാവിലെ ജീവനോട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. വിശ്വാസിക്ക് അത്രേ പ്രതീക്ഷയുള്ളൂ. അതുകൊണ്ട് ഭാവിയെക്കുറിച്ച് ഓർത്തൊരു ദുഃഖം ഒരിക്കലും വിശ്വാസിക്കുണ്ടാവില്ല. അങ്ങനെ വിശ്വാസി ദുഃഖിക്കേണ്ട കാര്യവുമില്ല. ഭാവി പടച്ചവനിലേക്ക് പരമേൽപ്പിച്ചിരിക്കുക. തവക്കുലിന്റെ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചവനാണ് വിശ്വാസി. അവന് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതുകൊണ്ട് പ്രതിസന്ധികളാകുന്ന വൈറസ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ശരീരത്തേക്ക് കടക്കൂല. ബൂസ്റ്റർ ഡോസ് എടുത്തിട്ടുണ്ട്, തവക്കുലാകുന്ന ബൂസ്റ്റർ ഡോസ്. അവന്റെ ശരീരം അതിനെ പ്രതിരോധിക്കും. ഇത് കഴിയുന്നത് മുഅ്മിനായ മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഇരിക്കുന്ന ഞാനടക്കം നമ്മളിൽ പലരും, നമുക്ക് പ്രശ്നങ്ങളുണ്ട്, ധാരാളം പ്രശ്നങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളൊന്നും നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുന്നില്ല. അതെല്ലാം പടച്ചവനിലേക്ക് വിട്ടിരിക്കുന്നു. ഇതാണൊരു വിശ്വാസിയുടെ അവസ്ഥ. ഈ ഒരു അവസ്ഥ അല്ലാഹു തആല കൊടുക്കുന്നത് മുഅ്മിനായ മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ നിരീശ്വരവാദിയായ KN കുഞ്ഞു മുഹമ്മദ് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ്, എനിക്ക് മതത്തിൽ വിശ്വാസമില്ല. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, വിശ്വാസികളായ ആളുകൾക്ക് എന്നെപ്പോലുള്ള ആളുകൾക്ക് ഇല്ലാത്ത വലിയൊരു മാനസിക സമാധാനമുണ്ട്, അതെനിക്ക് കിട്ടൂല. ഞാനൊരു മരണവീട്ടിൽ ചെന്നാൽ എന്തു പറഞ്ഞവരെ ആശ്വസിപ്പിക്കുമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. എന്താ അവരോട് പറയുക? പ്രത്യേകിച്ചൊരു അപകട മരണമാണെങ്കിൽ ആ വീട്ടുകാരോട് ഞാൻ എന്ത് പറയാനാണ്? എനിക്ക് പറയാൻ വാക്കുകളില്ല. എന്റെ സുഹൃത്ത് സൂപ്പിയുടെ കുട്ടി പുഴയിൽ വീണു മരിച്ചു. ഞാൻ സൂപ്പിയുടെ വീട്ടിൽ ചെന്നു. ഞാൻ സൂപ്പിയോട് എന്തു പറയാനാണ്? എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, ഒരു പരലോകത്തിലും വിശ്വാസമില്ല. പക്ഷെ സൂപ്പി എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. സൂപ്പി എന്നോട് പറഞ്ഞത് ഞാൻ എന്റെ മകനെ നാളെ സ്വർഗത്തിൽ കാണുമെന്നാണ്. KN കുഞ്ഞുമുഹമ്മദ് പറയാണ്, അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അങ്ങനെ പറയാൻ സൂപ്പിക്ക് കഴിയുന്നുണ്ടല്ലോ, എനിക്കങ്ങനെ പറയാൻ കഴിയില്ല. അപ്പൊ സൂപ്പി അങ്ങനെ വിശ്വസിക്കുന്നതിൽ എനിക്ക് തന്നെ വലിയൊരു ആശ്വാസമുണ്ട്. ഞാൻ എന്റെ സ്കൂളിലെ കുട്ടികളോട് പറയാറുണ്ട്, മുസ്ലിം കുട്ടികളോട് മക്കളെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് ഉപദേശിക്കാറുണ്ട് എന്ന് KN പറയുന്നുണ്ട്. അപ്പൊ വിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒരു മനസ്സിന്റെ സമാധാനമാണിത്, മനസ്സിന് കൊടുക്കുന്ന ഒരു ആശ്വാസമാണിത്. ഇത് വിശ്വാസിക്ക് മാത്രമേ അല്ലാഹു തആല കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മരിച്ചു. ഖബറടക്കുന്ന വേളയിൽ ഉമർ റളിയല്ലാഹു അൻഹു ചിരിക്കുകയാണ്. സഹാബാക്കൾ ചോദിച്ചു, എന്താണ് അങ്ങ് ചിരിക്കുന്നത്? മകന്റെ മയ്യത്ത് ഖബറിൽ വെക്കുമ്പോൾ അങ്ങ് എന്തിന് ചിരിക്കുന്നു? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഈ മകന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ പിശാച് എന്റെ അടുക്കൽ വന്നു, എന്നിട്ട് എന്നെ സങ്കടപ്പെടുത്താനും ദുഃഖിപ്പിക്കാനും വേണ്ടി ശ്രമിച്ചു. ഈ കുട്ടി നഷ്ടപ്പെട്ടതിന്റെ പേരിൽ എനിക്ക് പരലോകത്ത് കിട്ടുന്ന കൂലി നഷ്ടപ്പെടുത്താൻ വേണ്ടി പിശാച് ശ്രമിച്ചു. ഞാൻ അവനോട് പോടാ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചിരിക്കുകയാണ്, കാരണം എന്റെ കുട്ടിയെ തന്നത് അല്ലാഹുവാണ്. ആ പടച്ചോൻ അതിനെ തിരിച്ചെടുത്തു. എനിക്കൊരു കൂലിയുണ്ട്, എനിക്കിതിന് പടച്ചോൻ കൂലി തരും. ഈ ഒരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ ഈ വിശ്വാസമുള്ള ആൾക്ക് മാത്രമേ എങ്ങനെ സമാധാനിക്കാൻ കഴിയുള്ളൂ, അല്ലാത്ത ആൾക്ക് സമാധാനിക്കാൻ കഴിയില്ല. കാരൽ മാർക്സിന്റെ കുട്ടി മുഷ് എന്ന ഓമന പേരിൽ വിളിച്ചിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. കാരൽ മാർക്സ് 8ാമത്തെ വയസ്സിൽ മരിച്ചു. ഈ കുട്ടി രോഗബാധിതനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഏംഗൽസിന് എഴുതുന്നൊരു കത്തുണ്ട്. കാരൽ മാർക്സ് ഏംഗൽസിന് എഴുതുകയാണ്, സുഹൃത്തെ, എന്റെ കുട്ടി മുഷ്, അവൻ രോഗിയാണ്, എന്റെ തല പുകയുകയാണ്, എന്റെ ഹൃദയം നീറുകയാണ്, എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. എന്റെ ഓമനക്കുട്ടൻ മുഷിന്റെ വേദനയിൽ ഞാൻ വല്ലാത്ത വേദനയിലാണ്. ഏംഗൽസിന് കത്തെഴുതി. മുഷു മരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കത്തെഴുതി, ഞാനിപ്പോൾ യഥാർത്ഥത്തിൽ വേദന എന്താണെന്ന് ഇപ്പോൾ അറിയുകയാണ്. എന്റെ മകൻ മരിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. കാരൽ മാർക്സിന് പിടിച്ചു നിൽക്കാൻ ഒരു ദൈവമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്റെ കുട്ടിയെ ദൈവം തിരിച്ചു വിളിക്കുമ്പോ അത് ദൈവം തിരിച്ചു വിളിച്ചു എന്ന് വിശ്വസിക്കാനുള്ള ഒരു പവർ കാരൽ മാർക്സിന് കഴിഞ്ഞില്ല. ആ ഒരു വിശ്വാസ ശക്തി ഉണ്ടായില്ല. അവിടെയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബിയുടെ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. എല്ലാ വഖത്തും കൃത്യമായി നിസ്കരിക്കാൻ വരുമ്പോൾ തന്റെ കൊച്ചു മകനെയും കൊണ്ടുവരും. എല്ലാ വഖത്തിനും മകനും വാപ്പയും പള്ളിയിൽ വരാറുണ്ട്. ഒരിക്കൽ ഈ പിതാവിനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ കണ്ടില്ല. സഹാബത്തിനോട് ചോദിച്ചു, അയാൾ എന്താ കാണാത്തത്? അവര് പറഞ്ഞു, റസൂലേ, ആ കുട്ടി മരിച്ചുപോയി, അയാളുടെ കുട്ടി മരിച്ചുപോയി, അതുകൊണ്ടാണ് കാണാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്ത് എന്നെ അറിയിക്കാതിരുന്നത്? എന്തുകൊണ്ട് അറിയിച്ചില്ല? സഹാബത്തിനെ കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നത്,
നിങ്ങളും നിങ്ങളുടെ മകനും കുറെ നാൾ ഇവിടെ ജീവിച്ചിരുന്നു, എന്നിട്ട് മരിച്ചുപോയി, പരലോകത്തെത്തി. ഇതാണോ നിങ്ങൾക്ക് ഇഷ്ടം? അതോ നിങ്ങളുടെ കുട്ടി ഇപ്പോൾ മരിച്ചുപോയി, ആ കുട്ടി സ്വർഗത്തിലെത്തി, നാളെ നിങ്ങൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ആ സ്വർഗ കവാടത്തിൽ നിങ്ങളെ കൈപിടിച്ച് ആനയിക്കാൻ വേണ്ടി ആ കുട്ടി അവിടെ കാത്തു നിൽക്കുന്നതാണോ നിങ്ങൾക്കിഷ്ടം? സഹാബി പറഞ്ഞു, റസൂലേ, രണ്ടാമത്തതാണ് എനിക്കിഷ്ടം. എന്റെ മകൻ പോയെങ്കിലും ആ മകൻ എന്നെ സ്വർഗത്തിലേക്ക് പിടിച്ചുകൊണ്ടാകാൻ വേണ്ടി സ്വർഗ കവാടത്തിൽ എന്നെ കാത്തു നിൽക്കുമെങ്കിൽ അതാണ് എനിക്കിഷ്ടമെന്ന് ആ സഹാബി പറയുന്നുണ്ട്. ഈ ഒരു ആശ്വാസവാക്ക് പറയാൻ, ഇത് കാണാൻ, ഇങ്ങനെ സമാധാനിക്കാൻ ലോകത്ത് വിശ്വാസിക്കില്ലാതെ കഴിയില്ല. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഈ ഭൂമി ലോകത്ത് ഒരു മനുഷ്യന് സംഭവിക്കുന്ന പ്രതിസന്ധികൾ, അപകടങ്ങൾ, പ്രയാസങ്ങൾ, അതിലെല്ലാം 3 നന്മ അല്ലാഹു തആല വച്ചിട്ടുണ്ട്. 3 നന്മ. ഒന്നാമത്തെ നന്മ എന്നുള്ളത്, ആ പ്രതിസന്ധി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണമെങ്കിൽ അതിനേക്കാൾ രൂക്ഷമാക്കാമായിരുന്നു, പക്ഷെ അല്ലാഹു ചെയ്തില്ല. ഇങ്ങനെ നമുക്ക് ആശ്വസിക്കാം. കിഡ്നി പോയ ഒരാൾക്ക് എന്താ ആശ്വസിക്കാം? എനിക്ക് ക്യാൻസർ വന്നില്ലല്ലോ, പടച്ചവന് വേണമെങ്കിൽ ക്യാൻസറും തരാമായിരുന്നില്ലേ? അള്ളാഹുവിന് എന്റെ ഈ പ്രതിസന്ധി ഇതിനേക്കാൾ വലുതാക്കാമായിരുന്നു. നമ്മുടെ മുന്നിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. പടച്ചോനെ, എനിക്ക് ഈ രോഗം തന്നു, കുറച്ചുകൂടി കുറച്ചു തരാമായിരുന്നില്ലേ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. നമ്മളെക്കാൾ സമ്പത്ത് കുറഞ്ഞവരുണ്ട്, അവരാഗ്രഹിക്കുന്നത് നമ്മളെ പോലെ ആകാനാണ്. പടച്ചവന് വേണമെങ്കിൽ കഴിയുമായിരുന്നില്ലേ? ഷൂ ഇല്ലാത്തവന്റെ വേദന കാലില്ലാത്തവനെ കാണുമ്പോൾ മാറും. അത്രേ വേദന അവനുള്ളൂ. കാലില്ലാത്തവനെ കാണുമ്പോൾ ഷൂ ഇല്ലാത്തവന് വേദന ഉണ്ടാവില്ല. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ള ആളിലേക്ക് നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് പടച്ചോൻ നൽകിയ നിഅമത്തിന്റെ വില മനസ്സിലാകുള്ളൂ. മുകളിലുള്ള ആളുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടിയ നിഅമത്തിന്റെ വില മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ ദുനിയാവിൽ ഏത് പ്രതിസന്ധി നമുക്കുണ്ടായാലും അതിനകത്ത് അല്ലാഹു വച്ചിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്, ഒരു ആശ്വാസമാണ്. പടച്ചോനെ, ഇത്രയല്ലേ നീ എനിക്ക് തന്നോളൂ, നിനക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ വലുത് തരാമായിരുന്നല്ലോ. മുസ്തഫ സിബായി എന്ന് പറയുന്ന പണ്ഡിതൻ ആധുനിക സിറിയയിൽ ജീവിച്ചിരുന്ന പണ്ഡിതനാണ്. 960 കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് തളർവാദം ബാധിച്ചു. അദ്ദേഹത്തിന്റെ ഇടതുഭാഗം മുഴുവനും തളർന്നുപോയി. വലിയ പണ്ഡിതനാണ് സിറിയയിൽ. അങ്ങനെ അദ്ദേഹം ഈ തളർവാദം ബാധിച്ച് ഇടതുഭാഗം പൂർണ്ണമായി തളർന്നു പോയിട്ടും അദ്ദേഹം വീൽ ചെയറിൽ കയറി പൊതുസമ്മേളനങ്ങളിൽ പ്രസംഗിക്കാൻ പോകും, കോളേജിൽ ക്ലാസ് എടുക്കാൻ പോകും, ഗ്രന്ഥങ്ങൾ എഴുതും. സജീവമായ രംഗത്ത് നിന്ന് മുസ്തഫ സിബായി മാറി നിന്നില്ല. ഒരിക്കൽ അദ്ദേഹത്തെ സിറിയയിലെ ആശുപത്രിയിൽ സന്ദർശിക്കാൻ വേണ്ടി ചില സുഹൃത്തുക്കൾ ചെന്നു അദ്ദേഹത്തിന്റെ രോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കെന്താണ് കുഴപ്പം? എന്റെ പടച്ചവൻ എനിക്ക് ഒരു ചെറിയ രോഗം തന്നു, എന്റെ ഇടതുവശം അല്ലാഹു തളർത്തിക്കളഞ്ഞു. പടച്ചവന് വേണമെങ്കിൽ വലതുവശം കൂടി തളർത്താമായിരുന്നില്ലേ? ആര് ചോദിക്കാൻ? അതല്ല ചെയ്തില്ലല്ലോ. ഇടതുവശമാണ് തളർത്തിയത്, വലതുവശം തളർന്നു പോയിരുന്നെങ്കിൽ എന്റെ കൈ കൊണ്ട് എഴുതാൻ പറ്റില്ലായിരുന്നല്ലോ. ഇന്ന് എനിക്ക് എഴുതാൻ പറ്റുന്നില്ലേ? ഗ്രന്ഥങ്ങൾ രചിക്കാൻ പറ്റുന്നില്ലേ? ഞാൻ 3 ഗ്രന്ഥങ്ങൾ രചിച്ചത് എന്റെ ഇടതുവശം തളർന്നതിന് ശേഷമാണ്. എന്റെ നാവിന്റെ ശേഷി അല്ലാഹു എടുത്തു കളഞ്ഞില്ലല്ലോ, സംസാരിക്കാനുള്ള ശേഷി അല്ലാഹു എടുത്തു കളഞ്ഞില്ലല്ലോ. വേണമെങ്കിൽ പടച്ചോന് ചെയ്യാമായിരുന്നില്ലേ? എന്റെ ചിന്തയെ അല്ലാഹു എനിക്ക് വിട്ടു തന്നില്ലേ? മസ്തിഷ്കത്തിനൊന്നും സംഭവിച്ചില്ലല്ലോ, അതും പടച്ചോന് ചെയ്യാമായിരുന്നില്ലേ? ഇങ്ങനെ തന്നെ സന്ദർശിക്കാൻ വേണ്ടി വന്ന കുട്ടികാരോട് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്യേണ്ടത് പടച്ചോന് ശുക്ർ ചെയ്യലാണ്. ഈ നിലനിർത്തിയ അനുഗ്രഹങ്ങൾക്ക് പടച്ചോന് ശുക്ർ ചെയ്യലാണ് ഞാൻ പടച്ചതമ്പുരാനോട് ചെയ്യേണ്ടത് എന്ന് മുസ്തഫ സിബായി പറയുന്നു. അവിടെയാണ് ലെനിൻ സ്റ്റാലിൻ എഴുതിയൊരു കത്ത് 1972 കണ്ടെടുത്തിട്ടുണ്ട്. ഒക്ടോബർ വിപ്ലവത്തിന്റെ നെടുനായകനാണ് ലെനിൻ. ലോകം കണ്ട ഒക്ടോബർ വിപ്ലവത്തിന്റെ നെടുനായകത്വം വഹിച്ച വിപ്ലവകാരിയാണ് ലെനിൻ എന്ന് പറയുന്നത്. പക്ഷെ ലെനിന് തളർവാദം ബാധിച്ചു. ലെനിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോയപ്പോൾ ലെനിൻ തന്റെ സുഹൃത്ത് സഖാവ് സ്റ്റാലിൻ എഴുതിയ കത്ത്, ആ കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയി, ഞാൻ അതീവ ദുഃഖിതനാണ്. ഇനി എന്റെ നാവിന്റെ ചലനശിശു കൂടി നശിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അതുകൊണ്ട് സുഹൃത്തെ, ഒരു സൈനഡ് എനിക്ക് എത്തിച്ചു തരണം, അതെന്റെ അടുത്തിരിക്കട്ടെ, അതെനിക്ക് ആശ്വാസമാണ്. അദ്ദേഹത്തിന് ആ ഒരു സമാധാനം കിട്ടുന്നില്ല. മുസ്തഫ സിബാഹിക്ക് കിട്ടിയ ഒരു ആശ്വാസവാക്ക് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. കാരണം ഈ ഒരു മതവിശ്വാസം, ഈ ഒരു ദൈവവിശ്വാസം അദ്ദേഹത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു മുസ്ലിമായ മനുഷ്യന് ഈ ദുനിയാവിൽ എന്ത് സംഭവിച്ചാലും അവൻ ആശ്വസിക്കാൻ കഴിയുന്നത്, എനിക്ക് ഈ സംഭവിച്ചതിനേക്കാൾ വലുത് വരുത്താൻ പടച്ചതമ്പുരാന് കഴിയുമായിരുന്നു, പക്ഷെ അല്ലാഹു അത് വരുത്തിയില്ല. അൽഹംദുലില്ലാഹ്. ഈ ഒരു അൽഹംദുലില്ലാഹ് മനസ്സ് നിറഞ്ഞ് പറയാൻ മുഅ്മിനായ മനുഷ്യനെ കഴിയുള്ളൂ.
ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ കാലിൽ പഴുപ്പ് ബാധിച്ചു, ഗുരുതരമായി. ഡോക്ടർ പറഞ്ഞു കാല് മുറിച്ചു കളയണം, മുട്ടിന്റെ ഭാഗത്ത് വെച്ച് കാല് മുറിക്കണം. പക്ഷേ നിങ്ങൾക്ക് വേദന അറിയാതിരിക്കാൻ വേണ്ടി ബോധം കെടുത്തണം. ഉർവത്ത് ഇബ്നു സുബൈർ പറഞ്ഞു, എന്റെ ബോധം കെടുത്തണ്ട, അല്ലാതെ തന്നെ മുറിച്ചോ. കാരണം എന്റെ ബോധം കെടുത്തിക്കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്ത് പടച്ചവനോട് പ്രാർത്ഥിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ബോധം കെടുത്തണ്ട എന്ന് പറഞ്ഞ് ആ കാൽ അദ്ദേഹം നിർവികാരനായി ഡോക്ടറെ മുന്നിലേക്ക് നീട്ടിക്കൊടുത്തു. കാല് മുറിച്ചു കളഞ്ഞു ഉർവത്ത് ഇബ്നു സുബൈറിന്റെ. അന്ന് തന്നെ അദ്ദേഹത്തിന്റെ 7 മക്കളിൽ ഒരു മകൻ മട്ടുപ്പാവിൽ നിന്ന് വീണു മരിച്ചു. ആളുകളോട് സന്ദർശിക്കാൻ ചെന്ന ആളുകളോട് അദ്ദേഹം പറഞ്ഞത്, അൽഹംദുലില്ലാഹ്, എനിക്ക് 7 മക്കളില്ലേ, പടച്ചോന് 7 മക്കളെയും മരിപ്പിക്കാൻ അല്ലാഹുവിന് കഴിയുമല്ലോ, അങ്ങനെ ചെയ്താൽ ആര് ചോദിക്കാൻ. പക്ഷേ പടച്ചതമ്പുരാൻ എന്നോട് ചെയ്ത അനുഗ്രഹം നോക്കി, എന്റെ ഒരു മകനെയല്ലേ അല്ലാഹു വിളിച്ചോളൂ. എന്റെ ശരീരത്തിൽ 2 കാലും 2 കൈയും എനിക്കുണ്ട്. ഈ 4 മുറിക്കപ്പെടാനുള്ള ഒരു അവസ്ഥ, ഒരു പഴുപ്പ് തരാൻ പടച്ചോന് കഴിയൂലേ? പടച്ചോനത് ചെയ്തില്ലല്ലോ. അൽഹംദുലില്ലാഹ്, ഞാൻ എന്തിന് പരിഭവപ്പെടണം, ഞാൻ എന്തിന് പരാതിപ്പെടണം എന്ന് ഉർവത്ത് ഇബ്നു സുബൈർ പറഞ്ഞ് സമാധാനിക്കുന്നു. അപ്പൊ ഇങ്ങനെ സമാധാനിക്കാനും ഇങ്ങനെ ആശ്വസിക്കാനും കഴിയുന്ന ഒരേ ഒരു വിഭാഗം ഈമാനുള്ള, വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ വിശ്വാസിയുടെ സമാധാനം എന്താണ്? എനിക്ക് ഇത്രയല്ലേ തന്നുള്ളൂ, ഇതിനേക്കാളും വലുത് തന്നില്ലല്ലോ എന്ന് പറയാം, വിശ്വസിക്കുക. രണ്ടാമത്തത്, എനിക്കുണ്ടായ നഷ്ടം, എനിക്കുണ്ടായ പ്രതിസന്ധി എന്റെ ദുനിയാവിന്റെ കാര്യത്തിലാണല്ലോ, എന്റെ ആഖിറത്തിന്റെ കാര്യത്തിൽ എനിക്കൊന്നും പറ്റിയില്ലല്ലോ. ഈ ദുനിയാവിൽ എനിക്കൊരു പ്രയാസം വന്നു, അത് ദുനിയാവിന്റെ വിഷയമാണ്, ഇത് നഷ്ടമല്ല, ഇതിനെനിക്ക് അല്ലാഹു കൂലി തരും. മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ ഹത്ത ശൗക്കത്തി. ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാകുന്ന ഏത് പ്രതിസന്ധിയും, എത്രത്തോളം അവന്റെ കാലിലേൽക്കുന്ന ഒരു മുള്ളു വരെ, കാലിലേൽക്കുന്ന മുള്ളിന് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലി തരും. വെറുതെ ആക്കൂല പടച്ചത്. അതുകൊണ്ട് ദുനിയാവിലെ കാര്യത്തിലാണ് ഇത് സംഭവിച്ചത്, അതിനാണെങ്കിലും കൂലിയുണ്ട്. മൂന്നാമതൊരു വിശ്വാസി ആശ്വസിക്കുന്നത്, ഇത് സംഭവിച്ചത് ഈ ദുനിയാവിൽ വെച്ചിട്ടാണല്ലോ, മരിക്കുന്നതിന് മുമ്പാണല്ലോ. പരലോകത്ത് വെച്ചിട്ടെങ്ങാനും ഈ ഒരു നഷ്ടം എനിക്ക് സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ അത് നിറവേറ്റാൻ വഴിയില്ല, പരിഹരിക്കാൻ മാർഗമില്ല. ദുനിയാവിൽ എന്റെ കച്ചവടം നഷ്ടത്തിലായി, ഇനിയും കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കാം. ദുനിയാവിൽ എനിക്കൊരു രോഗം വന്നു, ആശുപത്രി പോയി ചികിത്സിച്ച് രോഗം മാറ്റാം. പക്ഷെ എന്റെ മരണശേഷം എനിക്കൊരു നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടം നികത്താൻ പിന്നെ മാർഗങ്ങളില്ലല്ലോ എന്നൊരു വിശ്വാസിക്ക് ആശ്വസിക്കാൻ കഴിയും. ഈ ഒരു ആശ്വാസവാക്ക്, ഈ ഒരു 3 സമാധാനത്തിന്റെ വാക്കുകൾ, സമാധാനത്തിന്റെ വിശ്വാസങ്ങൾ മനസ്സു തുറന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളാണ്, ഈമാനുള്ള ആളുകൾ മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. സമ്പന്നതയുടെ നടുവിൽ, ആരോഗ്യ ദൃഢഗാത്രനായിരിക്കുമ്പോൾ തന്നെ, ധാരാളം മക്കളുണ്ടായിരിക്കെ തന്നെ, ഏക്കർ കണക്കിന് ഭൂമികൾ ഉണ്ടായിരിക്കെ തന്നെ മനോദുഃഖവുമായി കഴിഞ്ഞുകൂടുന്ന ആളുകളാണ് നമ്മിൽ പലരും. നമുക്ക് സമാധാനമില്ല, സന്തോഷമില്ല, ഒരു ദിവസം കിടന്ന ഉറക്കം വരുന്നില്ല. ഇതെവിടെ നിന്നാണ് കിട്ടുക? ഇത് കിട്ടുന്ന മാർഗം അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിലേക്ക് മടങ്ങുക, ഒരു ലക്ഷ്യബോധം നമുക്കുണ്ടാവുക. മുഅ്മിനായ മനുഷ്യന് ലക്ഷ്യബോധമുണ്ട്. എന്താണ് ലക്ഷ്യം? ഞങ്ങൾ ജീവിക്കുന്നത് പരലോകത്തേക്ക് വേണ്ടിയാണ്. ഈ ലക്ഷ്യബോധമില്ലാത്തവർക്കാണ് വിഷയങ്ങളായി മാറുക. അതുകൊണ്ടല്ലേ ലോകത്ത് 132 രാജ്യങ്ങളിലെ 1,40,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയൊരു സർവേ ഉണ്ട്. ആ സർവേയിൽ അവർ അന്വേഷിച്ചത് ലോകത്തെ ഏറ്റവും സമാധാനത്തോടെ ജീവിക്കുന്ന നാട്ടുകാരെവിടെയാണെന്ന് അന്വേഷിച്ചത്. അതിനുത്തരം കിട്ടി, അത് ഫിൻലൻഡിലാണ്. ഫിൻലൻഡുകാരാണ് ലോകത്തെ ഏറ്റവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ആളുകൾ. പ്രസിദ്ധമായ സർവേയാണ്. എല്ലാ വർഷവും നമുക്ക് ഈ സർവേയുടെ റിപ്പോർട്ട് കിട്ടാറുണ്ട്. 1ാം സ്ഥാനം ഫിൻലൻഡാണ്. ശരിയാണ്, ലോകത്ത് സമ്പന്ന രാജ്യങ്ങളിൽ, സൗകര്യമുള്ള രാജ്യങ്ങളിലുള്ള ആളുകളാണ് ഏറ്റവും മനസ്സമാധാനത്തോടെ ജീവിക്കുന്നത്. പക്ഷേ ലോകത്തെ ഏറ്റവും ആത്മഹത്യ കൂടിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ 1ാം സ്ഥാനം ഫിൻലൻഡാണ്. ഏറ്റവും സന്തോഷമുള്ള രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ. എന്താണ് കാരണം? ഈ സൗകര്യങ്ങളുടെയും സുഖങ്ങളുടെയും നടുവിൽ ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പ്രതിസന്ധിയുടെ മുന്നിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവര് ആത്മഹത്യയിൽ അവരുടെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. ആത്മഹത്യയിൽ അവർ അഭയം കണ്ടെത്തുകയാണ്. അവിടെയാണ് ദരിദ്ര രാജ്യങ്ങൾ, സുഖസൗകര്യങ്ങൾ കുറഞ്ഞ രാജ്യങ്ങൾ, അവിടത്തെ ആളുകൾക്ക് ഭൗതിക മാനദണ്ഡങ്ങൾ അനുസരിച്ച് സമാധാനവും സന്തോഷവും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ അവരൊരിക്കലും ആത്മഹത്യയിലേക്ക് തിരിയില്ല. ഏത് പ്രതിസന്ധിയെയും അതിജയിക്കാനുള്ള ഈമാനികമായ വിശ്വാസപരമായ ഒരു കരുത്ത് അത്തരം ആളുകൾക്കുണ്ടാകും. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളായ വിശ്വാസികളായ ആളുകൾക്കുണ്ടായിത്തീരും. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം
വല്ലാത്തൊരു പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. വ്യക്തിപരമായി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓരോരുത്തരുമായിട്ട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന സങ്കടങ്ങൾ, സത്യം പറഞ്ഞാൽ ഓരോരുത്തരുടെ സങ്കടം കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഞാനാണ് ഏറ്റവും വലിയ സന്തോഷവാനെന്ന് തോന്നാറുണ്ട്. മക്കളുള്ള ആളുകൾ വന്ന് പരാതി പറയുന്ന മക്കളെ കുറിച്ചാണ്. ഇങ്ങനെ ഒരു മകൻ ഉണ്ടാകാതിരുന്നെങ്കിൽ, ഒരു പിതാവ് എന്നോട് അടുത്ത ദിവസം പറഞ്ഞതാണ്, ഉസ്താദ് ഇങ്ങനെ ഒരു കുട്ടി ജനിക്കാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സങ്കടം വന്നു പോകുന്ന അവസ്ഥകളാണ്. സമ്പത്തുള്ള ആളുകൾ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത് വീട്ടിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണ്. വീട്ടിൽ ചെന്ന സ്വസ്ഥതയില്ല, ഭാര്യയെ കൊണ്ടുള്ള ഇടങ്ങേറാണ്. അപ്പൊ സമ്പത്ത് ആർക്കും സമാധാനം നൽകില്ല, സന്താനങ്ങൾ ആർക്കും സമാധാനം നൽകില്ല, ഭൗതിക സുഖ സൗകര്യങ്ങൾ ആർക്കും സമാധാനം നൽകില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ കെട്ട കാലഘട്ടത്തിൽ, ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നമുക്കുണ്ടായിത്തീരേണ്ടത്. അതുകൊണ്ട് പടച്ചവന്റെ സ്മരണയിലേക്ക് മടങ്ങുക, അള്ളാഹുലേക്ക് മടങ്ങുക, ഈമാൻ കൊണ്ട് മനസ്സിനെ ശക്തിപ്പെടുത്തുക, അതുമാത്രമേ മനസമാധാനത്തിന്റെ വഴിയുള്ളൂ എന്ന് നമ്മൾ ഈ സംഭവങ്ങളിലൂടെ, ഈ ഹദീസിന്റെ വാക്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുക. പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ. ആരെല്ലാം മാനസികമായ പ്രതിസന്ധികളിൽ അകപ്പെട്ടിട്ടുണ്ടോ എല്ലാവർക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.